ഹായ് ഫ്രണ്ട്സ്, ഹീറോയി ഒരു ആക്ടറാണ്. അതുകൊണ്ട് ഹീറോയിൻ്റെ പേര് അനുവാണ്. BTS മെമ്പർ ഇപ്പോഴും ഒരു ഐഡലാണ്, K-pop ഐഡൽ. പ്രിയ ഓടി വന്നു. മാം എന്ത് പറ്റി മാഡം? ഇന്ന് ഷൂട്ടിംഗാ മാം. ശരി, ഓക്കെ. ഷൂട്ടിംഗ് റെഡിയാണോ? റെഡ് മാം. നിങ്ങൾ മീറ്റ് ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ഡയറക്ടർ സാർ. ശരി, ഓക്കെ സാർ. അനുവോ? എത്തി സാർ. അനു, ഇന്ന് എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടോ? ഡാൻസ് ഷൂട്ടിംഗ് ആണ്. അതെ സാർ, ഷൂട്ടിംഗ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ സാർ? ഇവിടേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. എൻ്റെ പാസ്ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അനു, നമുക്ക് ഷൂട്ടിംഗ് ചെയ്യാനുണ്ടോ? എവിടെയെന്ന് വെച്ചാൽ ഡാൻസ്? അനു ഡാൻസെല്ലാം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞല്ലോ? കഴിഞ്ഞു സാർ. ഇത് കൊറിയല്ല ഷൂട്ടിംഗ് ചെയ്യാൻ പോവാ. കൊറിയലാ സാർ? അതെ അനു, കൊറിയയിലാണ്. കുറച്ച് പ്ലേസ് അങ്ങ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ പ്ലേസിലാണ് നീ ആഡ് ചെയ്യാൻ പോവാ. സത്യമാണ് സാർ? അതെ അതെ. അനുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരി സാർ. പാസ്ബുക്ക് സാർ, ഞാൻ പാസ്ബുക്ക് അയച്ചിട്ടുണ്ട്. ശരി, ഓക്കെ. ഓൾറെഡി ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് എൻ്റെ കൂടെ പറഞ്ഞു. ഹീറോയ്ക്ക് കൂടി പോയായിരുന്നു. പാസ്ബുക്ക് ഓൾറെഡി ഫോട്ടോസ് അയച്ചായിരുന്നു. ശരി ഡി, നമുക്ക് പാക്കിങ് ചെയ്യും. ഡ്രസ്സ് വേണ്ട സാധനങ്ങൾ ഞങ്ങളോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നീ ബാക്കി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തോന്ന്. ഓക്കെ സാർ. അങ്ങനെയായിട്ട് അങ്ങനെ രാവിലെ നന്നായിട്ട് ഉറങ്ങിയായിരുന്നു. സാർ, അനു വന്നായിരുന്നു രാവിലെ. നൈറ്റ് പറഞ്ഞു. നൈറ്റ് നമുക്ക് പോയിട്ട് എത്തുമോ ഞാനോട് പറഞ്ഞു. ഓക്കെ സാർ. അങ്ങനെ ഇങ്ങനെ എല്ലാവരും ഡൽഹിക്ക് പോയിട്ട് എത്തി. അതെ, ഡൽഹിയിൽ പോയിട്ട് എത്തി. ഡയറക്ടർ സാർ പറഞ്ഞിരുന്നു, അനു എന്താ സാർ? ഇവിടെ നിന്ന് കുറച്ച് താമസിച്ചോ, റെസ്റ്റ് എടുത്തോ, നമുക്ക് ഇഷ്ടം ഫ്ലൈറ്റിൽ കൊറിയക്ക് പോകുന്ന ഫ്ലൈറ്റിൽ പോകാൻ അനു പറഞ്ഞു. അങ്ങനെ ഹോട്ടലിൽ ഹീറോയി ഹഗോ പ്രിയ വന്നു. മാഡം, എടി റാശച്ചി നീ മാം ഇപ്പോഴും നമ്മൾ വീട്ടിലാണ് ഉള്ളത്. എടി എന്താ ടീം? അനു പറഞ്ഞു. മച്ചി ഹീറോയി പറഞ്ഞു ഞാൻ പ്രിയൻ്റോട്. പ്രിയ പറയുന്നു, എടി അനു ഇങ്ങനെ കഷ്ടപ്പെടുന്ന അനു പറയാ, ഡയറക്ടർ ആരാ? ഡയറക്ടർ ആരാ? അനു പറയാൻ തുടങ്ങി. ഡയറക്ടർ ആരാ? നിൻ്റെ ഡാഡിയാ. എന്ത് ചെയ്യാം, എൻ്റെ ഡാഡിയാണ് ഡയറക്ടർ. ഇപ്പോൾ ഇവിടെ നിന്നിട്ട് വേറെ ആളെ വെക്കാം. 2 ഡയറക്ടറുണ്ട്. അതിനെ ചെയ്യാൻ അത് തന്നെ ഡയറക്ടറാണ്. എൻ്റെ ഡാഡിയാണ് ഇത് ഫുള്ള് ഇൻഡസ്ട്രിനെ. ഇപ്പം എൻ്റെ ഡാഡി ഒരു മൂവി എടുക്കാൻ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഡാൻസിലെ എൻ്റെ ഡാഡി കൂടെ വരും. 2 പേരും എൻ്റെ ഡാഡി വരും. ഇപ്പോൾ ഉള്ളത് അങ്കിളാണ് ഹീറോയി പറഞ്ഞു. തീർച്ചയായിട്ടും എൻ്റെ ഡാഡി വരും. എന്താ ഞാൻ എവിടെ പോയി എൻ്റെ ഡാഡി എൻ്റെ കൂടെ ഉണ്ടാവും. ഡാഡിക്ക് എൻ്റെ മേലെ ഭയങ്കര കെയറാ ഹീറോയി പറയുന്നു. അത് കേട്ട് പ്രിയ പറയുന്നു, കൺഗ്രസ് മച്ചേരി, എൻ്റെ ഡാഡി ഭയങ്കരമാണ്. പോടിയോ, അങ്ങനെ വരും പാടില്ല. അതുപോലെ എൻ്റെ ഡാഡി ഡയറക്ടർ മാത്രമല്ലല്ലേ, ആക്ടറാണല്ലേ. പോടി, ചുമ്മാ ഒന്ന് ജോക്കൊന്നും പറയണ്ട, സാരില്ല. അങ്ങനെ ഹീറോയി കൊറിയക്ക് വന്നെത്തി. കൊറിയയിൽ പ്ലേസിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. മച്ചി നമുക്ക് കുറച്ച് കറങ്ങാം. ഹീറോയും ഒരു ഡ്രസ്സ് ഇട്ട് നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഷുഗ ആയിരുന്നു പർച്ചേസ്. ഇങ്ങനെ നടന്നുകൊണ്ട് ഇടിച്ച് സോറി സാർ എന്ന് പറഞ്ഞു. ഹീറോ എവിടെ നിന്ന് പോകുന്നു? ഷുഗ 2 പേരും ഇടിച്ച്. ഷുഗക്ക് ഷോക്കായിരുന്നു. എഗ്ഗുകൾ ഞാനിട്ട് മീറ്റ് ചെയ്തുകൊണ്ട് ഷുഗ പറയായിരുന്നു. ശരി, ഷുഗനെ ആറാം വിളിച്ചു. ശരി, ആറാമിനോട് പറഞ്ഞു. ശരിടാ, എന്തോ മീറ്റ് ചെയ്ത ആരാടാ? വാവ് സൂപ്പർ ജിമിൻ. അവരെല്ലാം വീഡിയോസ് നോക്കിയിട്ട് ജങ്കുക്കല്ല വീഡിയോ വാവ് ഇവർ കൊറിയൊക്കെ വന്നിട്ടുണ്ട്. അത് ഷുഗ കേട്ടു. ആരാടാ വന്നിട്ടുണ്ട്? ഇല്ല, ഇന്ത്യ ആക്ടർ, ഫേമസ് ആക്ടർ അവർ വന്നിട്ടുണ്ട് ഇന്ത്യക്ക്. സത്യമാണ്. ഷുഗ കേട്ടു. ആരാ പേര് പറഞ്ഞു. ഷുഗ ഈ പേര് ഫോട്ടോ വീഡിയോ നോക്കി. ഇവളെ ഞാൻ കണ്ടത്. എല്ലാവരും ഷോക്ക്. ജിമ്മിൻ ജോക്കൊക്കെ കണ്ണി എന്ത് ഇവർ വന്നിട്ടുണ്ട്? അതേടാ, ഞാൻ കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. എവിടെ ഷൂട്ടിങ് നടക്കുന്നത്? ഇതിന് എവിടെ നടക്കുന്നത്? ഒരെല്ലാവരും പുറത്ത് വന്ന് നോക്കുമ്പോൾ ഷൂട്ടിങ് ഇവിടെ നടക്കുക. ഹീറോയി ഇന്നലെ രാവിലെ ആയിരുന്നു ഇങ്ങനെ ഷൂട്ടിങ് നടക്കുമായിരുന്നു. ഹീറോയി ഡാൻസ് കളിക്കാൻ പാട്ട്, ഹീറോയുടെ കൂടെ ഡാൻസ്, അതെ ഹീറോയെ കൂടെ അഭിനയിക്കുന്ന ആക്ടർ കൂടെ നന്നായിട്ട് ഡാൻസ് പാട്ട് കളിക്കുമായിരുന്നു. ഇവരെല്ലാവരും 7 പേർ എന്നിട്ട് അവിടെ നോക്കായിരുന്നു. വാവ് എന്ത് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത്. ആരൊക്കെ ഭാഗ്യമുള്ളത് ഇവരെ മാരേജ് കഴിക്കുന്നു. അങ്ങനെ അവർ സംസാരിക്കുന്നു. അങ്ങനെ ഹോബി പറയാൻ തുടങ്ങി. ഉണ്ടാതിരുന്ന് നോക്കടാ. അങ്ങനെ ഹീറോ ഡാൻസ് കളിച്ച് പാട്ടായിട്ട് സംസാരിക്കായിരുന്നു. ഓട്ടോഗ്രാഫ് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഓട്ടോഗ്രാഫ് തരാൻ പറ്റും മാം. അങ്ങനെ കുറച്ച് ഗേൾസ് ഉണ്ടായിരുന്നു. ഫാൻ ഗേളായിരുന്നു. സൈഡ് ചെയ്തായിരുന്നു. ഗുഡ് അങ്ങനെ ആയിരുന്നു. ശരി, ഹീറോയിൻ നന്നായിട്ട് പാട്ട് ഡാൻസ്, പിന്നെ മോഡ് ഡ്രസ്സ് ഇട്ട് സാരി എടുത്ത് ഡാൻസ് കളിച്ചത് ഓർമ്മ നോക്കി.
ഡ്രസ്സ് ചേഞ്ച് ആക്കി മോഡൽ ഡ്രസ്സ് അതിട്ട് നല്ല സൂപ്പറായി ഡാൻസ് കളിച്ച് ഒരു വായൊന്ന് വാവുന്നിട്ട് വാവുന്ന് വായ് വളർന്ന് സൂപ്പറായി ഡാൻസ് ഹീറോയിൻ ഡാൻസ് കളിച്ച് അവർ വെച്ച് കണ്ണെടുക്കാതെ നോക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോ സ്മൈൽ ചെയ്ത് പറയുന്നു സംസാരിച്ചുകൊണ്ടായിരുന്നു. ഹീറോമാറും 7 പേരെ ഇരുന്നിട്ട് അവിടെ നോക്കുന്നത്. ഹീറോ അവരോട് പറഞ്ഞു സെക്യൂരിറ്റിനോട് അവരോട് വരാൻ പറഞ്ഞ 7 പേർ ഒരേ എനിക്ക് ഡ്രസ്സ് ഇട്ട് അവർ വരാൻ പറയുന്നത്. ഹീറോ വിളിച്ച് നിങ്ങൾ ഫാനാണോ എന്ന് അവർ തലാട്ടി ചെയ്യാൻ ഹീറോ സൈൻ അവർക്ക് 7 പേർ സ്മൈൽ ചെയ്ത് സൈൻ ഇട്ട് കൊടുത്തു. അവർക്ക് 7 പേർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഫാനാണ് അവർക്ക് ആർമി അവർക്ക് എല്ലാവർക്കും ഹീറോയിനെ പിടിക്കും. ഹീറോയിന് പറ്റിയ സുന്ദരം പിടിക്കും. അതിൽ കൂടുതൽ ഇവർക്കാണ് ഹീറോയിൻ ഭയങ്കര ഇഷ്ടമാണ്. ഹീറോയ്ക്ക് അവർ പാട്ട് ഡാൻസ് ഭയങ്കര അവർ കൂടുതൽ ഇഷ്ടമുണ്ട്. ഹീറോയ്ക്ക് ഒരു ക്രഷ് മതി. ഹീറോയിൻ അവർക്ക് ക്രഷാണ്. അങ്ങനെയായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോ ഇന്ത്യക്ക് എത്തി. മച്ചി എങ്ങനെ ഉണ്ടടി സൂപ്പറാണല്ലേ സൂപ്പറാണ് അങ്ങനെയായിട്ട് പറയാമായിരുന്നു. ഹീറോയ്ക്ക് ഇങ്ങനെ ഹീറോമാർക്ക് ഹീറോ എവിടെയാണ് ഉള്ളത് എന്ന് ഇന്ത്യക്ക് വന്നവർ പറയാം. അങ്ങനെ ഹീറോയിൻ മമ്മി ഡാഡി ഇങ്ങനെ ഫോർവേഡ് നോക്കിയായിരുന്നു. അവരുടെ മമ്മീൻ്റെ ഡാഡിനെ കരച്ചത് PTS മെമ്പർ അവരും ഗ്രാൻഡ് പാഡ് അവർക്ക് PTS മെമ്പർക്ക് ഇതിൽ ഈ കഥ മമ്മി ഡാഡിയെ ഗ്രാൻഡ് പാ മാത്രമേ ഉള്ളതാണ്. അവർ ഗ്രാൻഡ് പാനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾ മാരേജ് കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഗ്രാൻഡ് പാ ബിസിനസ് മാനാണ്. അങ്ങനെ ഹീറോയിന് വീട്ടിൽ വന്ന് ചോദിച്ചായിരുന്നു. ഹീറോയിൻ്റെ ഡാഡി ഓക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് എൻഗേജ്മെൻ്റ് ആയിരുന്നു. ഹീറോയ്ക്ക് 6 ചെക്കന് വരുന്നൊന്നും കാട്ടിയില്ലായിരുന്നു. നെക്സ്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഹീറോയ്ക്ക് മാരേജ്. അങ്ങനെ മാരേജ് സ്റ്റേജിൽ ഹീറോയിനെ വിളിച്ച് ഹീറോയ്ക്ക് ശരി ഓക്കെ ആരെന്ന് ഹീറോയ്ക്ക് ഷോക്കാണ്. അതെ ഹീറോ PTS മെമ്പർ 7 പേരായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അങ്ങനെ ഹീറോമാർ സ്മൈൽ ചെയ്ത് ഹീറോയ്ക്ക് മാരേജായി. അങ്ങനെ വീട്ടിൽ ഇങ്ങനെ മാരേജായി ഹീറോയ്ക്ക്. അങ്ങനെ വീട്ടിലിങ്ങനെ സാഡ് ചെയ്ത് അവർ റൂമിൽ പോയിട്ട് കിടന്ന് ഉറങ്ങി. അങ്ങനെ റൂമൊക്കെ വന്നു 7 പേരോട് സംസാരിക്കാൻ 7 റൂം എല്ലാവരും കിടന്ന് പറയാൻ ഹീറോയി വന്ന് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എപ്പോഴാണ് വിളിച്ചത്? അവർ പറഞ്ഞു നിങ്ങൾക്ക് പിടിക്കും കുറച്ച് ഡേയ്സ് പോയിട്ട് നമുക്ക് നോക്കിയാളാന്ന് ഹീറോയി പറഞ്ഞു. അവർ സ്മൈൽ ചെയ്ത് അവർക്ക് ഹീറോയിനെ അങ്ങനെ അറിയോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. നീ ആർമി ഗേളാണോ? ഞാൻ എൻ്റെ മമ്മി പറഞ്ഞായിരുന്നു. അതെ നിങ്ങളെ പാട്ട് എനിക്ക് വോയിസ് ഇങ്ങനെ അവർ പിടിക്കും കാരണമല്ലേ ഹീറോയി പറയായിരുന്നു. അങ്ങനെ ഹീറോയി പിന്നെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് കൊറിയക്ക് ഹീറോയി പോയി.